അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. ഏകദേശം ഡിസംബർ സമയത്ത് എടുത്തതാണ്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ ഫോട്ടോ വെച്ച് പോയപ്പോൾ എടുത്തതാണ്. ബാക്കി വീഡിയോ ആണ്. നമ്മൾ നേരെ മറൈൻ ഡ്രൈവിലോട്ട് പോണ ഒരു വീഡിയോ ആണിത്. അപ്പോൾ കുറച്ച് ലേറ്റായി, കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് എത്തിയത് കഴിഞ്ഞിട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ വരുന്നത്. അപ്പോൾ ക്രിസ്മസ് ഡ്രൈവിൽ മറൈൻ ഡ്രൈവിലുള്ള കാഴ്ചകളാണ് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് കൊച്ചിൻ ഷിപ്പ് യാർഡാണ്. ഷിപ്പ് യാർഡിലെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. വൈകുന്നേരം സമയം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് റോട്ടിൽ. ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള സമയമാണ്. സന്ധ്യയുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിന് വേണ്ടിയാണ് നോക്കുന്നത്. ഈ നിൽക്കണ മൊത്തം ഈ കാർ പാർക്ക് ചെയ്യുന്ന മൊത്തം മറൈൻ ഡ്രൈവിൻ്റെ ആ ഭാഗത്താണ് വരുന്നത്. പക്ഷെ നമുക്ക് പാർക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു ഗ്യാപ്പിന് വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ മറൈൻ ഡ്രൈവിൽ പോവുക, വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് ഈ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന ഒരു ബസാറുണ്ട് അവിടെ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. അവിടെ പോകണം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം എന്നും പറഞ്ഞിരിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. റോഡിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, ലൈറ്റൊക്കെ വെച്ചിട്ട്. പ്രത്യേകിച്ച് പാർക്കിൻ്റെയൊക്കെ ഏരിയ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാർണിവൽസ് പോലത്തെ ഐറ്റംസൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഇങ്ങനെ കാഴ്ചകൾ കണ്ടുപോകാൻ നല്ല രസമാണ്. പക്ഷേ നമുക്ക് എന്താ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർക്കിങ്ങിനാണ് ബുദ്ധിമുട്ടുള്ളത്. ഒരിടത്തും പാർക്കിംഗ് ഇല്ല, ഒരിച്ചിരി ഗ്യാപ്പ് പോലും ഇല്ലെന്ന് തന്നെ പറയാം. ഈ ഒരു കച്ചവടക്കാരെന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ബ്രോഡ്വേ സൈഡിൽ വർഷങ്ങളായിട്ട് ഉള്ള കച്ചവടക്കാരാണ്. അങ്ങനെ ലാസ്റ്റ് ഒടുവിൽ നമുക്ക് പാർക്കിങ്ങിന് ഏരിയ കിട്ടിയിട്ടുണ്ട്. കഷ്ടിച്ച് ഒരു വണ്ടി പാർക്ക് ചെയ്യാവുന്നൊരു സ്ഥലമേ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ വേഗം വണ്ടി ഓടിച്ച് അവിടെ പാർക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ബ്രോഡ്വേയിലാണ്. നൈറ്റ് ലൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർക്ക് ചെയ്യാൻ പൊതുവെ പാട് വിട്ടിട്ടോ. നമുക്ക് പാർക്കിങ് ഭയങ്കര വളരെ നല്ല തിരക്കായിരുന്നു. ആൻഡ് ഫൈനലി നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെ പോകാനും, ഇതല്ല ബ്രോഡ്വേ, ഇതിൻ്റെ ഉള്ളിലാണ് ബ്രോഡ്വേ വരുന്നത്. നടക്കാൻ വഴിയുണ്ട്. ഇതാ അവിടെ കണ്ടോ, ആണ്ടോ, അതുപോലെ വഴിയുണ്ട്. ആ വഴി പോകുമ്പോഴാണ് ഇത്. അവിടെ നോക്കി, അവിടെ ഒരു ഇത് ആർച്ച് പോലെ കണ്ടോ, കാണിച്ചു തരാം. അവിടെ നോക്ക്, അതിൽ കൂടെയാണ് എൻട്രൻസ്. മൂൺ വന്നു, നൈറ്റ് നല്ല സ്റ്റാർസ് ഒക്കെ വന്നു. അപ്പൊ അനൂസ് ആദ്യമായിട്ടാണ് ബ്രോഡ്വേയിൽ വരുന്നത്. അനൂസ് വീഡിയോസൊക്കെ കണ്ട് റീൽസൊക്കെ കണ്ട് ബ്രോഡ്വേയിൽ വരുമെന്ന് പറഞ്ഞു. ഭയങ്കര ഞാൻ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞിരിക്കണായിരുന്നു. പക്ഷെ പാവം കൊച്ച് എല്ലാവരും ഇതാണ് ബുക്കത്ത് എഴുതിയേക്കണ. എന്താന്ന് വെച്ചേ, ഇനി പോവാലോ എനക്ക്. ക്യാപ്പ് കണ്ടോ, കുറേ ഉണ്ടാവും. മേടിച്ചോ? 36 എടുത്ത് 36. നിങ്ങൾ എൻ്റെ
എടുക്കാം.